ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് 39ന്റെ റിവ്യൂ ആണ്. വീക്കിലി ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നൂദില ചപ്പൽസ് എന്ന ഒരു ചെരുപ്പ് ഫാക്ടറിയും ആ ഫാക്ടറിയിലെ ഉടമയും തൊഴിലാളികളും തമ്മിൽ നടക്കുന്ന ശീതസമരവും ടാസ്കിനെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാവുകയും ഒപ്പം അല്പസ്വല്പം ഈഗോയും ടാസ്കിന്റെ ക്യാപ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ തൊഴിലുടമ തന്റെ കീഴിൽ പണിയെടുക്കുന്ന തൊഴിൽക്കാരോട് കാണിക്കുന്ന കടുത്ത അനീതിയും അവജ്ഞയും ഒക്കെയാണ് ഈ ടാസ്കിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സംഭവങ്ങൾ. അതിനോടുള്ള ബന്ധത്തിൽ ഇന്ന് കമ്പനി പൂട്ടിപ്പോകുന്നതിന്റെ വക്കിലോളം എത്തി. ആദ്യത്തെ ഒരു സൂചന പണിമുടക്കായിരുന്നു ഈ ദിവസം നടന്നത്. ഒന്നാമത്തെ ദിവസം മനോഹരമായിട്ട് ആ കമ്പനി മുമ്പോട്ട് ഓടി. അതിന്റെ കാരണം പകലന്തിയോളം പട്ടിപ്പണി ചെയ്യുകയായിരുന്നു ഒരു കൂട്ടം ആൾക്കാർ. പക്ഷേ വൈകുന്ന സമയമായപ്പോൾ അവർ ചെയ്ത പണിയെ നിസ്സാരവൽക്കരിച്ചു കളഞ്ഞു അതിന്റെ ഉടമ. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടിയാണ് ശമ്പളം കൊടുത്തത്. ഈ ടാസ്കിന്റെ ടാഗ് ലൈൻ തന്നെ കുറച്ചേ കൊടുക്കൂ, പക്ഷെ കൃത്യമായി കൊടുക്കും എന്നുള്ളതാണ്. എന്നാൽ അതിന് വിപരീതമായിട്ടാണ് സംഭവിച്ചത്. കൃത്യമായി കൊടുത്തില്ല എന്ന് മാത്രമല്ല, കുറച്ചുപോലും കൊടുക്കുവാൻ താൻ തയ്യാറായില്ല. അതിനോടുള്ള ബന്ധത്തിലാണ് ഇന്ന് തൊഴിലാളികൾ സ്ട്രൈക്ക് പ്രഖ്യാപിച്ചത്. എന്തായാലും കമ്പനി ഉടമയെ പൊളിച്ചടുക്കുകയും കമ്പനി പൂട്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തിരിക്കുകയാണ്. നാളത്തെ ഒരു ദിവസം കമ്പനി ഉടമയുടെ മുൻപിൽ നിർണായകമായ ദിവസമാണ്. നാളത്തെ ദിവസവും കമ്പനി ഇതേ രീതിയിൽ തന്നെ അടിയും ബഹളവുമായിട്ടാണ് പോകുന്നതെങ്കിൽ കമ്പനി ഉടമയുടെ ചീട്ട് കീറുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അതായത് ഈ ഉടമ കണ്ടമാനം സമ്പത്തുള്ള ഒരാളാണ്. ഒത്തിരി പവറുകൾ അദ്ദേഹം ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് സമ്പാദിച്ചെടുത്തിട്ടുണ്ട്. ആ പവറുകളൊക്കെ ബിഗ് ബോസ് വീട്ടിൽ 3 ആഴ്ചക്കാലം തനിക്ക് സുഖകരമായി പോകുവാൻ വേണ്ടിയുള്ള കരുത്താണ്. എന്നാൽ നാളത്തെ ടാസ്ക് കഴിയുമ്പോൾ അറിയാം ഇതെല്ലാം നഷ്ടമായി പോകുമോ, വെള്ളത്തിൽ വരച്ച വര പോലെയാകുമോ എന്നൊക്കെയുള്ളത്. നമ്മുടെ നൂറയുടെ കാര്യമാണ് പറയുന്നത്. പുള്ളിക്കാരിയാണ് മുതലാളിച്ചി. അപ്പോൾ മുതലാളിച്ചിയുടെ ലീലാവിലാസങ്ങളാണ് ഈ ടാസ്കിൽ ആദ്യോടന്തം നിറഞ്ഞു നിൽക്കുന്നത് കാണുവാൻ സാധിക്കുന്നത്. ഈ ലീലാവിലാസങ്ങളെ അങ്ങനെ അങ്ങോട്ട് കണ്ടില്ല എന്ന് നടിക്കുവാൻ തൊഴിലാളി യൂണിയൻ നേതാവിന് കഴിയുന്നില്ല. അക്ബറാണ് ഈ യൂണിയൻ നേതാവ്. തൊഴിലാളികൾക്ക് വേണ്ടി അയാൾ ഗംഭീരമായിട്ട് വാദിക്കുന്നുണ്ട്. തൊഴിലാളികൾ അടിമകളല്ല എന്നുള്ള ക്യാപ്ഷനോടുകൂടിയാണ് അക്ബർ മുതലാളിയായ ബുർഷ നേതാവിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ച് ടൈം മാത്രമേ ഉള്ളായിരുന്നുവെങ്കിലും അനീഷിനെ ഷാനവാസ് പൊളിച്ചെടുക്കുന്ന ഒരു മനോഹരമായ കാഴ്ച കാണുവാൻ സാധിച്ചു. അനീഷിന്റെ ചില ഇരട്ടത്താപ്പുകളൊക്കെ അയാൾ തുറന്നു കാണിക്കുന്നുണ്ടായിരുന്നു. അതിന് മറുപടി പറയാൻ പറ്റാത്ത സാഹചര്യം വന്നു. അനീഷിന്റെ ഒരു നേച്ചർ നമുക്കറിയാം. സൂചി കയറേണ്ടടുത്ത് തൂമ്പാക്കഴ കയറ്റാൻ മിടുക്കനാണ് അനീഷ്. പക്ഷേ തനിക്ക് ഗ്രിപ്പ് കിട്ടുന്നില്ല, തന്റെ കയ്യിൽ നിന്ന് പോയെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കില്ല. പതിയെ അവിടുന്ന് ഉണ്ടയിട്ട് കളയും. അങ്ങനെ ഒരു സംഭവം ഷാനവാസിന്റെ മുമ്പിൽ പോയി വീണിട്ട് അവിടുന്ന് മേടിച്ചു കൂട്ടുന്ന കാഴ്ച കാണുന്നുണ്ട്. അതുകൂടാതെ ഈ ആഴ്ചത്തെ ആ കിച്ചൺ വളരെ ഡിസിപ്ലിനോട് കൂടിയാണ് പോകുന്നത്. പ്രവീണാണ് കിച്ചന്റെ ക്യാപ്റ്റൻ. എല്ലാ ദിവസവും അടികൂടുവാൻ വേണ്ടി മാത്രമുള്ള ഒരു മേഖലയാക്കി കിച്ചണിനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ പ്രവീൺ വന്നതോടുകൂടി ആ പരിപാടിക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാത്രിയിൽ അടുക്കളയ്ക്കുള്ളിൽ പഴയ ആ കലാപരിപാടി വീണ്ടും അവതരിപ്പിച്ചു. റന ഫാത്തിമയും ബിന്നിയും ഒക്കെ ഉറഞ്ഞു തുള്ളുന്ന കാഴ്ച. പക്ഷെ ഒട്ടും വിട്ടുകൊടുക്കാതെ ഉരുളക്കുപ്പേരി പോലെ പ്രവീൺ ഓരോരുത്തരെയും അടിച്ചിരുത്തുന്ന കാഴ്ച. ഇതൊക്കെ ഇന്നത്തെ എപ്പിസോഡിന്റെ സവിശേഷതകളായിരുന്നു. തിന്ന പാത്രം കഴുകി വെക്കണം എന്നുള്ളത് ആദ്യ ആഴ്ച മുതൽ അവിടെ കേൾക്കുന്ന കാര്യമാണ്. ഒടുവിൽ ലാലേട്ടൻ തന്നെ അത് നോക്കിക്കാണുവാൻ നേരിട്ട് ആ വീടിനകത്തേക്ക് വന്നു. നമ്മുടെ സ്പൈക്കുട്ടനും അകമ്പടി സേവിച്ചു. അതിനുശേഷം അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഈ കഴിച്ച പാത്രം കഴുകി വെക്കുന്ന കാര്യം അതൊരു കുറച്ചിലല്ല, അത് മാന്യതയുടെ പ്രതീകമാണ് എന്ന രീതിയിൽ ലാലേട്ടൻ സംസാരിച്ചു. പക്ഷെ ബിഗ് ബോസിനും സ്പൈക്കുട്ടനും ലാലേട്ടനും ഒക്കെ പുല്ലുവില കൊടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്നും പരിഗണിക്കാതെ മുൻപോട്ട് പോകുന്ന ചില ആൾക്കാർ ഇപ്പോഴും ആ വീട്ടിലുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ അക്കൂട്ടത്തിലുള്ള ഒരു ഉൽപ്പന്നത്തെ അനീഷ് കയ്യോടെ പിടികൂടുകയും പരസ്യമായി ക്യാമറയുടെ മുമ്പിൽ എടുത്തു കാണിക്കുകയും ചെയ്തു. അയാളുടെ പേരാണ് ആര്യൻ. വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചു വീണ സുഖസൗകര്യങ്ങളുടെ മടിത്തട്ടിൽ വളർന്നു വന്നൊരു വ്യക്തിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് പരിചയമില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു എക്സ്ക്യൂസ് കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ അനീഷിന്റെ കയ്യിലാണ് അത് കിട്ടിയത്. അനീഷ് പൊളിച്ചടുക്കി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടാണ് പറഞ്ഞു വിടുന്നത്. പിന്നീട് എടുത്തു പറയുവാൻ തക്കവണ്ണം സവിശേഷതയുള്ളതല്ലെങ്കിലും ഈ കമ്പനി ഇവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ മുതൽ വൈകും വരെ കമ്പനിയിൽ അടിയും ബഹളവും പണിയും ഒക്കെയായിട്ട് മുൻപോട്ട് പോകുന്ന ആൾക്കാർക്ക് വൈകിട്ട് ഒരു വിനോദത്തിന് വേണ്ടി നമ്മുടെ കമ്പനി ഉടമ നൂറ ഒരു സർക്കസ് കമ്പനി തുടങ്ങിയിട്ടുണ്ട്. ഈ സർക്കസ് കമ്പനിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി കുറെ മൃഗങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ആടുണ്ട്, ആനയുണ്ട്, കുരങ്ങുണ്ട്, കഴുതയുണ്ട്, സിംഹമുണ്ട്, നായയുണ്ട്. ഇവരുടെയൊക്കെ പെർഫോമൻസ് കാണുവാനും ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ടിപ്പ് കൊടുക്കുവാനുമുള്ള ഒരു സർക്കസ് പ്രോഗ്രാം കൂടി വൈകിട്ട് നടത്തപ്പെടുന്നു. സത്യത്തിൽ ഇത്തരത്തിലുള്ള സർക്കസുകളൊക്കെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഷോയുടെ ആ ഒരു പ്രഭ അല്ലെങ്കിൽ അതിന്റെ മനോഹാരിത കെടുത്തിക്കളയുന്നതാണ്. ഇത്രയും ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് നടത്തുന്ന ഒരു ഷോ, ആ ഷോയിൽ നിന്നും ജനം പ്രതീക്ഷിക്കുന്ന കുറച്ച് മെച്ചപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കുവാൻ പോലും ഇതിന്റെ ഷോ ഡയറക്ടർക്ക് പലപ്പോഴും കഴിയുന്നില്ല എന്നുള്ള ഒരു പരിഭവം കൂടി നമുക്ക് രേഖപ്പെടുത്താതിരിക്കുവാൻ കഴിയില്ല.
പിന്നെ ഇനി അങ്ങോട്ടുള്ള കണ്ടന്റുകളുടെ കാര്യം അതും വളരെ ശോകമാണ്. ഇത്രയും ദിവസം അവിടെ കണ്ടന്റ് ഉണ്ടായിക്കൊണ്ടിരുന്നത് അനുമോളെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. അനുമോളെ അടിച്ചൊരു ഷെഡിൽ കയറ്റി. ഏകദേശം ആ കാര്യത്തിനകത്ത് ഇവരെല്ലാവരും കൂടി ഒരു തീരുമാനമുണ്ടാക്കി. പ്രേക്ഷക സപ്പോർട്ടിന് യാതൊരു കുറവുമില്ല. അനുമോൾ ഇപ്പോഴും വോട്ടിംഗ് ലെവലിൽ മുൻപിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ വീട്ടുകാർക്ക് ഒരേ ഒരു വാശി, അനുമോൾക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത്. അക്കൂട്ടത്തിൽ ബിഗ് ബോസിനും ലാലേട്ടനും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് എല്ലാവരും കൂടി ചേർന്ന് അനുമോളെ ഒരു സൈഡാക്കി മാറ്റി. അതുകൊണ്ട് ഇപ്പൊ എന്താണ്, ബിഗ് ബോസ് വീട് ഏകദേശം ഓണവില്ലിന്റെ തമ്പുരു മീട്ടുന്ന വീടായി മാറിയിട്ടുണ്ട്. കണ്ടന്റുകളില്ല, കണ്ടന്റിന് കടുത്ത ക്ഷാമം വന്നിരിക്കുകയാണ്. ഇതുവരെയും അനുമോൾ ആരാണ്, അനുമോൾ എന്താണ്, അവളെ പിടിച്ച് പുറത്ത് കള, അവളില്ല എന്നുണ്ടെങ്കിൽ ഈ ഷോ ശരിയാകത്തില്ല എന്നൊക്കെ നാഴികയ്ക്ക് 40 വട്ടം ഗീർവാണം അടിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെ തിരുത്തി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അനുമോൾ സൈലന്റ് ആയതോടുകൂടി പരിപാടി കഴിഞ്ഞുവെന്ന്. എന്തൊക്കെയായിരുന്നു ഓരോരുത്തരും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. അവളെ ഇപ്പോൾ തന്നെ പിടിച്ച് പുറത്ത് കളയണം, അവളെ പിടിച്ച് പുറത്ത് കളഞ്ഞിരുന്നെങ്കിൽ കാണാമായിരുന്നു, അതിനകത്ത് ഒരു പരിപാടി നടക്കില്ലായിരുന്നു. കാരണം അവരെ ഡിപ്പെൻഡ് ചെയ്താണ് കഴിഞ്ഞ 1 മാസത്തിലധികമായിട്ട് ഈ ഷോ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ദിവസത്തെ എപ്പിസോഡ് ഒന്നുകൂടെ റീവൈൻഡ് ചെയ്ത് കണ്ടു നോക്ക്. അവിടെ എല്ലാം കണ്ടന്റ് മേക്കറായിട്ട് നിൽക്കുന്നത് അനുമോളാണ്. ഒന്നുകിൽ അനുമോളുടെ അടുക്കൽ പോയി കണ്ടന്റ് ഉണ്ടാക്കും, ഇല്ല എങ്കിൽ അനുമോൾ കണ്ടന്റ് ഉണ്ടാക്കി മുൻപോട്ട് വരും. അതിനെ എതിർത്ത് ചെറുത്ത് തോൽപ്പിക്കുവാനുള്ള പരിശ്രമത്തിൽ കൂടി കോണ്ടന്റുകൾ സൃഷ്ടിക്കപ്പെടും. ഇതൊക്കെയായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അനുമോൾ സൈലന്റായി. അതോടുകൂടി ബിഗ് ബോസ് വീടും ഏകദേശം ഉറങ്ങിയിട്ടുണ്ട്. എന്തായാലും എപ്പിസോഡിന്റെ തുടക്കം മുതൽ നമ്മളൊന്ന് വീക്ഷിക്കുവാൻ പോവുകയാണ്. അതിനു മുൻപായി നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. അപ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. എപ്പിസോഡിലേക്ക് പോകാം. തുടക്കത്തിൽ കാണുവാൻ സാധിക്കുന്നത് വളരെ സുസ്മേരുവദനായി അനീഷ് ഷാനവാസിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. എന്തൊരു താഴ്മ, എന്തൊരു സൗമ്യത. ഷാനവാസെ, എനിക്ക് അറിയാതൊരു അബദ്ധം പറ്റിപ്പോയതാണ്. ഞാൻ അങ്ങനെ മനഃപൂർവ്വം ഒന്നും ചെയ്യുന്ന ആളല്ല. ഈ കൈ കടിച്ചു പറിച്ച കാര്യത്തെക്കുറിച്ചുള്ള അപ്പോളജിയാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യുന്ന ക്രൂരനായൊരു മനുഷ്യനാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അപ്പോൾ ഷാനവാസ്, അതെ, അനീഷ് പറയുന്ന കാര്യം ഞാൻ ഉൾക്കൊള്ളുന്നു. എങ്കിലും നീ എൻ്റെ കൈ കടിച്ചു മുറിച്ചത് ശരിയായില്ല. അത് ഷാനവാസെ, നീ എൻ്റെ വായിൽ കൊണ്ടൊന്ന് വിരൽ തള്ളി കയറ്റിയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ കടിച്ചത്. നിങ്ങളിങ്ങനെ മുഖത്തോട് ചേർത്ത് തൊപ്പി വെച്ചുകൊണ്ട് കിടക്കുമ്പോൾ അവിടെ മൂക്കെവിടാണ്, വായ ഏതാണ്, കണ്ണേതാന്ന് എനിക്കെങ്ങനെ അറിയാൻ പറ്റുന്നത്? നിങ്ങൾ കുനിഞ്ഞു കിടക്കുകയല്ലേ. ആ തൊപ്പി പിടിച്ചു പറിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷെ നിങ്ങൾ കടിക്കരുതായിരുന്നു. ഇത് ഷാനവാസ് വളരെ ജോക്കായിട്ടാണ് പറയുന്നത്. ഉടൻ തന്നെ അനീഷ്, അതെ, നീ അത് അർഹിക്കുന്നു, അതുകൊണ്ടാണ് നിനക്ക് കടി കിട്ടിയത്. ഇത്രയും പറഞ്ഞിട്ട് അനീഷ് പതിയെ അരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അപ്പോൾ ഷാനവാസ് വീണ്ടും, അനീഷേ, നിന്നെ ഈ വീട്ടിൽ കൂടുതൽ മനസ്സിലാക്കിയതും ഏറ്റവും അധികം സ്നേഹിക്കുന്നതും ഞാനാണ്. വേണ്ട, ഇവിടെ എന്നെ ആരും കൂടുതൽ മനസ്സിലാക്കുകയും വേണ്ട, ആരും സ്നേഹിക്കുകയും വേണ്ട. അനീഷ, നീ ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് എനിക്കതിനെ കൗണ്ടർ അടിക്കാൻ തോന്നുന്നത്. എടാ, എനിക്ക് നീ തന്ന സ്നേഹത്തിന് ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു തരും. നിന്റെ സ്നേഹം ഒന്നും എനിക്ക് വേണ്ട. എൻ്റെ മനസ്സ് ഞാൻ കല്ലാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ നിങ്ങളൊക്കെ തരാതരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. സാഹചര്യം നോക്കി നിങ്ങൾക്കൊക്കെ നിറം മാറാൻ നല്ല കഴിവുള്ള ആൾക്കാരാണ്. അങ്ങനെ നിറം മാറാനുള്ള കഴിവും കരുത്തും ഒന്നും എനിക്കില്ല. അപ്പോൾ ഷാനവാസ്, അതെ, ഞങ്ങൾ സാഹചര്യത്തിനനുസരിച്ച് നിറം മാറുന്നവരാണ്. പക്ഷേ നീ വന്ന അന്നു മുതൽ ഇവിടെ നിറം മാറിക്കൊണ്ടിരിക്കുന്നവനാണ് അനീഷേ. ഷാനവാസേ, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ കിടക്കുന്ന സമയം വരെ തലയിൽ കൊണ്ടു നടക്കുന്നത് ഗെയിം, ടാസ്ക്, സ്ട്രാറ്റജി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒന്നും സൗഹൃദവും ഒരു വിധത്തിലുള്ള സ്നേഹവും എനിക്ക് വേണ്ട. എനിക്ക് അതിനോട് താല്പര്യമില്ല. നിങ്ങളെപ്പോലൊന്നും ഞാൻ ഇവിടെ അഭിനയിച്ച് നടക്കുന്ന ആളുമല്ല. ഉടൻ തന്നെ ഷാനവാസ് ഒരൊറ്റ അടിയടിച്ചു. പിന്നീട് അതിന് കൗണ്ടർ അടിക്കാൻ അനീഷിന് പറ്റാതെയായിപ്പോയി. ഷാനവാസ് പറയുകയാണ്, അനീഷേ, നിനക്കൊരു പണി കിട്ടി. ഇവിടെ വൈൽഡ് കാർഡായിട്ട് വന്ന ആൾക്കാർ നിനക്കൊരു പണി തന്നു. ഈ സീസൺ തീരുന്ന സമയം വരെ ഇനി ആരെയും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള പണിയാണ് നിനക്ക് കിട്ടിയത്. ഓക്കെ, നിനക്ക് ആ പണി കിട്ടി. കഴിഞ്ഞ ആഴ്ച ഇവിടെ നോമിനേഷൻ നടന്നു. എല്ലാവരും കൺഫെഷൻ റൂമിൽ പോയി നോമിനേഷൻ നടത്തുകയും ചെയ്തു. എന്നാൽ നിനക്ക് നോമിനേഷനുള്ള ആ പവർ എടുത്തു കളഞ്ഞിട്ടും നീ പരസ്യമായിട്ട് ഇവിടെ നിന്നുകൊണ്ട് 2 ആൾക്കാരെ, ഒന്ന് നെവിൻ, 2 അനുമോൾ, ഇവരെ 2 പേരെയും നോമിനേറ്റ് ചെയ്തുകൊണ്ട് നീ കുറെ പരിപാടികളൊക്കെ ഇവിടെ കാണിച്ചു. സത്യത്തിൽ നീ അതെന്താണ് കാണിച്ചത്? നീ അഭിനയിക്കുകയായിരുന്നില്ലേ? നീ പറയുന്നു നീ ഇവിടെ ജീവിക്കുകയാണ്, നിനക്ക് അഭിനയിക്കാൻ അറിയത്തില്ലെന്ന്. എന്നാൽ ബിഗ് ബോസ് പോലും നിനക്കുള്ള ആ അധികാരം എടുത്തു കളഞ്ഞ് നീ മിണ്ടാതിരിക്കണമെന്ന് പറഞ്ഞിട്ടും അതിനെ അവഗണിച്ചുകൊണ്ട് നീ എഴുന്നേറ്റ് നിന്നുകൊണ്ട് 2 ആൾക്കാരെ പരസ്യമായി ഇവിടെ ഒന്ന് നോമിനേറ്റ് ചെയ്തപ്പോൾ നീ അഭിനയിക്കുകയായിരുന്നില്ലേ? നീ ജീവിക്കുകയായിരുന്നോ? നീ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയല്ലേ ഇത് ചെയ്തത്? ഇവിടെയുള്ള ആൾക്കാരെ നീ നോമിനേറ്റ് ചെയ്ത് നീ വലിയ ആളാണ് എന്ന് ഇവിടെ കാണിക്കാൻ വേണ്ടി അല്ല അത് ചെയ്തത്. പുറത്ത് കണ്ടമാനം ആൾക്കാരുണ്ട്, അവരെ കാണിക്കുവാൻ വേണ്ടി
നീ നടത്തിയ നല്ല ഒന്നാന്തരം ഡ്രാമയായിരുന്നു, നിന്റെ നാടകമായിരുന്നു, നീ ജനത്തിന്റെ മുമ്പിൽ അഭിനയിച്ച് കാണിക്കുകയായിരുന്നു. എന്നിട്ടാണ് നീ പറയുന്നത് ഞങ്ങളൊക്കെയാണ് ഇവിടെ അഭിനയിക്കുന്നത്, നീ ഇവിടെ ജീവിക്കുകയാണ്, നീ സത്യസന്ധനാണെന്ന്. ഈ വാക്കുകൾക്ക് മറുപടി പറയുവാനില്ലാതെ അനീഷ് അവിടുന്ന് ഏത് കണ്ടം വഴിയാണ് ഓടി രക്ഷപ്പെട്ടതെന്ന് അറിയത്തില്ല കേട്ടോ. കാരണം തിരിച്ച് കൗണ്ടർ അടിക്കാൻ ഒന്നുമില്ലാത്ത തരത്തിൽ ഷാനവാസ് അനീഷിനെ പൂട്ടിക്കളഞ്ഞു. അടുത്തത് ബിഗ് ബോസിന്റെ ഒരു അനൗൺസ്മെന്റ് ആണ്. കഴിഞ്ഞ ദിവസം നടന്ന വീക്ക്ലി ടാസ്കിനോടുള്ള ബന്ധത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത തൊഴിലാളികളുടെ കയ്യിലേക്ക് ഓണർ നൂറ കുറെ ഗോൾഡ് കോയിനുകൾ കൊടുത്തിരുന്നു. ഈ ഗോൾഡ് കോയിനുകൾ കിട്ടി എന്നുള്ളതിനപ്പുറം ഈ ഗോൾഡ് കോയിനുകൾ കൊണ്ട് അവർക്ക് പ്രയോജനമൊന്നുമില്ല. കാരണം വൈകിട്ട് അവിടെ സർക്കസ് നടക്കുന്നുണ്ട്. ഈ സർക്കസ് കമ്പനിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് ടിപ്പുകളായിട്ടാണ് ഇത് കൊടുക്കേണ്ടത്. അങ്ങനെ 1-2 പേർക്ക് കഴിഞ്ഞ ദിവസം ടിപ്പ് കൊടുക്കുകയും ചെയ്തു. പക്ഷേ ബാക്കിയുള്ള ഗോൾഡ് കോയിനുകളൊക്കെ ഇവർ ഓരോ തൊഴിലാളികളും കയ്യിൽ വെച്ചിരിക്കുകയാണ്. ബിഗ് ബോസ് ഇപ്പോൾ പറയുകയാണ്, ആ കോയിൻ നിങ്ങളുടെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല. സർക്കസിൽ പെർഫോം ചെയ്യുന്നവർക്ക് മാത്രമേ പണിപ്പുരയിൽ കയറുവാനും ലക്ഷറി ബഡ്ജറ്റ് അത് കളക്ട് ചെയ്യുവാനും കഴിയുകയുള്ളൂ. ഇവിടുത്തെ റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമാണ്. ഒരു ദോശ 1.5 ചപ്പാത്തിയൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുന്ന ആൾക്കാർക്ക് ഈ പണിപ്പുരക്കകത്തു നിന്ന് കിട്ടുന്ന ഈ ലക്ഷറി സാധനങ്ങളാണ് അവരുടെ നിലനിൽപ്പിന്റെ ഘടകം. അതുകൊണ്ട് മാക്സിമം ടൈം എടുക്കുകയും മാക്സിമം ആൾക്കാർ പണിപ്പുരക്കകത്ത് കയറുകയും ചെയ്യുന്ന ഒരു അവസരം അതിനുവേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബിഗ് ബോസ് പറയുകയാണ്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ കോയിൻ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല. ലക്ഷറി ബഡ്ജറ്റിന് വേണ്ടി പണിപ്പുരയിലേക്ക് പ്രവേശിക്കുവാനുള്ള അധികാരമുള്ളത് നിങ്ങൾക്കല്ല, സർക്കസിൽ പെർഫോം ചെയ്യുന്നവർക്കാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ കോയിൻ അവർക്ക് കൊടുക്കാം. അങ്ങനെ കോയിൻ കിട്ടുന്നവർക്ക് മാത്രമേ പണിപ്പുരയിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. കൂടുതൽ കോയിൻ ആൾക്കാരുടെ കയ്യിൽ കൊടുത്താൽ കൂടുതൽ ആൾക്കാർ അതിനകത്തേക്ക് പ്രവേശിക്കും. അപ്പോൾ കൂടുതൽ സാധനങ്ങൾ അവിടുന്ന് അവർക്ക് കളക്ട് ചെയ്തുകൊണ്ട് പുറത്തു വരുവാനും കഴിയും. ഇത്രയും ബിഗ് ബോസ് പറഞ്ഞിട്ടും കൊടുക്കില്ല എന്നുള്ള കട്ടായം, അതായത് ലക്ഷറി സാധനങ്ങൾ കിട്ടിയില്ലെങ്കിലും ഇവിടെ ഈഗോയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലക്ഷറി സാധനങ്ങൾ കിട്ടിയില്ലെങ്കിലും സാരമില്ല, എൻ്റെ ഗോൾഡ് കോയിൻ ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞ് അണ്ണന്മാരെല്ലാം ഇതും പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. എന്നാൽ ബിന്നി ആദ്യം മുൻപോട്ട് വന്ന് തൻ്റെ കോയിൻ അനീഷിന് കൊടുക്കുന്നു. തൊട്ടു പിന്നാലെ ജിഷിൻ വരുന്നുണ്ട്. ജിഷിൻ വന്നിട്ട് തൻ്റെ കോയിൻ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുന്നു. വേദലക്ഷ്മിയും ജിസയിലും വരുന്നു. അവരും അവർക്ക് കിട്ടിയ കോയിനുകൾ കൃത്യമായി മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നു. പിന്നെയും ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, ഇനി ആർക്കെങ്കിലും അത് കൈമാറണമെങ്കിൽ കൈമാറാം. പക്ഷേ അപ്പോഴും അവരത് കൊടുക്കാൻ തയ്യാറാകാതെ അവർക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങളത് സൂക്ഷിച്ചത് കൊണ്ട് പ്രയോജനമില്ല, അത് പ്രയോജനപ്പെടുന്നത് മറ്റുള്ളവർക്കാണെന്ന് പറഞ്ഞത് കേട്ടിട്ടും അതും പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ അടുത്ത അനൗൺസ്മെന്റ് വരികയാണ്. നിങ്ങൾ ആർക്കും കൊടുക്കാതെ നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ഗോൾഡ് കോയിനുകൾ എത്രയും പെട്ടെന്ന് സ്റ്റോർ റൂമിൽ കൊണ്ടുവന്ന് വെക്കുക. അത് അസാധുവായി പോകുന്നതാണ്. ഇത്രയും കേട്ടപ്പോഴേക്കും അവിടെ പൊട്ടിച്ചിരി ഉയരുന്നു. ഇവിടെ കോയിനുകൾ പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന ആൾക്കാർ എല്ലാവരും ഒരുപോലെ ശശിയായിരിക്കുകയാണ്. വേണമെങ്കിൽ ആ സമയത്തും അവർക്ക് ആ കോയിൻ കൊടുക്കാമായിരുന്നേ. അപ്പോൾ ബിഗ് ബോസ് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്, ഞങ്ങൾ കേട്ടതിന്റെ മിസ്റ്റേക്കാണ്, ഞങ്ങൾ കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് അനുമോൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഈ സാധനം കൊടുക്കാമായിരുന്നു. പക്ഷേ ഇവരുടെ ഉള്ളിലെ കടുത്ത ഈഗോ അതിന് അനുവദിക്കുന്നില്ല. ഈ കോയിൻ പോകുന്നതിൽ പോട്ടെ, ലക്ഷറി ബഡ്ജറ്റ് കുറഞ്ഞിരുന്നാലും സാരമില്ല, ഞങ്ങൾ ഗോൾഡ് കോയിൻ കൊടുക്കില്ല എന്നുള്ള ധാർഷ്ട്യത്തോടു കൂടി അവരത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതുകൊണ്ടുപോയി സ്റ്റോർ റൂമിൽ വെച്ചിട്ട് മടങ്ങി വന്ന് ഇളുഭ്യരായിരിക്കുകയാണ്. അടുത്ത കാഴ്ച മേക്കപ്പ് റൂം ഏരിയയിൽ ഇരുന്നുകൊണ്ട് പ്രവീൺ അനുമോളോട് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതാണ്. പ്രവീൺ പറയുന്നത്, ഇവന്മാർ എന്തൊരു മണ്ടന്മാരാണ്. ഈ ഗോൾഡ് കോയിനെ കുറിച്ച് ബിഗ് ബോസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന്. ഇത് ലക്ഷറി പോയിന്റ് മേടിക്കുവാൻ വേണ്ടി സർക്കസുകാർക്ക് കൊടുക്കേണ്ടതാണെന്ന്. ഇതെല്ലാം കേട്ടിട്ടും അവന്മാരത് വെച്ചുകൊണ്ടിരുന്നല്ലോ, കൊടുക്കാൻ തയ്യാറാകാതെ അത് ക്യാൻസൽ ആക്കി കളഞ്ഞല്ലോ. അപ്പോൾ അനുമോള് ഈഗോ, അത് മണ്ടത്തരമല്ല, ഈഗോ എന്നുള്ളതാണ്. ശരിക്കും അനുമോൾ ഇവിടെ പറയുന്നത് വിഷമത്തോടു കൂടിയാണ്. കാരണം ടാസ്കിൽ അനുമോൾ നന്നായിട്ട് പെർഫോം ചെയ്തിരുന്നു. എന്നാൽ അനുമോൾക്ക് കൊടുക്കരുത് എന്നുള്ള ചിന്തയിൽ ഇത് പോക്കറ്റിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. മറ്റു പല ആൾക്കാർക്കും കൊടുത്തു. പക്ഷേ അനുമോളുടെ പ്രകടനത്തെ കണ്ടില്ല എന്ന് നടിക്കുകയും അത് കൊടുക്കാതിരിക്കുകയും ചെയ്തു. അതിനെതിരെ കൂടിയുള്ള ഒരു സങ്കടമാണ് അനുമോൾ ഇപ്പോൾ പറയുന്നത്. ഇത് ഈഗോയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്നിലപ്പുറത്തിരുന്നു കൊണ്ട് പറയുകയാണ്, ഇനി വെറുതെ കളഞ്ഞെന്ന് പറഞ്ഞാലും അനുമോൾക്ക് അത് കൊടുക്കില്ല. അനുമോൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടുകാർക്കൊക്കെ ഫുഡ് അടിക്കുവാൻ വേണ്ടി കൂടുതൽ സാധനം എടുക്കുവാൻ അനുമോൾ കൂടി അതിനകത്ത് കയറാൻ പറ്റും. ഇനി അങ്ങനെ കയറണ്ട, ഫുഡ് കഴിച്ചില്ലെങ്കിലും അത് അനുമോൾക്ക് കൊടുക്കില്ല. സർക്കസ് കമ്പനിയിൽ അനുമോള് ആടിന്റെ വേഷമാണ് ധരിച്ചിരുന്നത്. ഇത് കേട്ടുകൊണ്ട് പെട്ടെന്ന് അക്ബർ പറയുകയാണ്, കൊള്ളാം, ലക്ഷറി ബഡ്ജറ്റ് കിട്ടിയില്ലെങ്കിലും സാരമില്ല, ഭക്ഷണം കിട്ടിയില്ലെങ്കിലും സാരമില്ല, ഈ കോയിൻ അനുമോൾക്ക് കൊടുക്കില്ല എന്ന് ഒന്നിൽ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ആ ആട് എത്രയധികം മോശമായിട്ടുള്ള ഒരു ആടായിരിക്കും. അതെ, ഈ വാക്കുകളിൽ കൂടിയൊക്കെ അനുമോളോടുള്ള ആ വെറുപ്പ്, പുച്ഛം, വിദ്വേഷം, അമർഷം ഇതൊക്കെ വളരെ കൃത്യമായിട്ട് മറനീക്കി പുറത്തു വരുന്ന കാഴ്ചയാണ് കാണുന്നത്.
നമ്മൾ നാടൻ ഭാഷയിൽ പറയാറില്ലേ, ഭർത്താവ് ചത്താലും വേണ്ടില്ല അമ്മായിയമ്മയുടെ കരച്ചിൽ കണ്ടാൽ മതിയെന്ന്. അതിന്റെ പുതിയൊരു വേർഷനാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ അവർ അനുമോൾക്കെതിരെ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് വീക്കിലി ടാസ്കിനോടുള്ള ബന്ധത്തിൽ അനൗൺസ്മെന്റ് വരികയാണ്. അതായത് ഇന്ന് രാവിലെ മുതൽ വൈകും വരെ പണിയെടുത്താൽ അതിനുള്ള കൂലിയാണ് ഗോൾഡ് കോയിനായി കിട്ടുക. ആ ഗോൾഡ് കോയിനാണ് ലക്ഷറി പോയിന്റിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. ആ ഗോൾഡ് കോയിൻ അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് റദ്ദ് ചെയ്യപ്പെടും. അങ്ങനെ ക്യാൻസൽ ചെയ്ത സാധനമാണ് മുൻപേ കൊണ്ടുവന്ന് സ്റ്റോർ റൂമിൽ വെച്ചത്. ഇതുകൂടാതെ ബ്ലാക്ക് കോയിനുകൾ കൂടെ കിട്ടും. ഈ ബ്ലാക്ക് കോയിൻ കൈമാറ്റം ചെയ്താലും ഇല്ലെങ്കിലും അത് റദ്ദാക്കപ്പെടുകയില്ല. അത് ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത് ആ വ്യക്തിയുടെ അക്കൗണ്ടിൽ അത് പരിഗണിക്കുന്നതായിരിക്കും. ടാസ്ക് തീരുന്ന സമയത്ത് ആരുടെ കയ്യിലാണോ ഏറ്റവും അധികം ബ്ലാക്ക് കോയിൻ എണ്ണപ്പെടുന്നത് ആ വ്യക്തിയുടെ പേര് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് പോകും. അങ്ങനൊരു ചതിക്കുഴി, അങ്ങനൊരു പണി ഈ ബ്ലാക്ക് കോയിനകത്ത് അടങ്ങിയിരിപ്പുണ്ട്. ഇത് നേരത്തെ തന്നെ നൂറയോട് ബിഗ് ബോസ് പറഞ്ഞിരുന്നതാണ്. പക്ഷേ നൂറ ഗോൾഡ് കോയിനുകളിലെ 3-4 വിതരണം ചെയ്തു. പക്ഷേ ബ്ലാക്ക് കോയിൻ അത് ഡേഞ്ചറാണ്, എന്നാൽ അത് ഓർത്തില്ല, താൻ തന്റെ കൈവശം തന്നെ വെച്ചിരുന്നു. ടാസ്ക് പൂർത്തിയാക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ബ്ലാക്ക് കോയിൻ തന്റെ അക്കൗണ്ടിൽ എണ്ണപ്പെട്ടു. ഇപ്പോൾ ഡേഞ്ചർ സോണിൽ നിൽക്കുകയാണ് നൂറ. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ എത്ര ബ്ലാക്ക് കോയിൻ തന്റെ കയ്യിലുണ്ടാവും, എത്ര ബ്ലാക്ക് കോയിൻ മറ്റുള്ളവരുടെ കൈവശം ഉണ്ടാകും, ഇതൊക്കെ വെച്ചിട്ടാണ് താൻ നോമിനേഷനിൽ വരുമോ ഇല്ലയോ എന്ന് പരിഗണിക്കപ്പെടുക. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ വീക്ക്ലി ടാസ്കിൽ കൂടി താൻ ഒരു വലിയ പവർ നേടിയിരുന്നു, സൂപ്പർ നോമിനേഷൻ പവർ. വരുന്ന 3 ആഴ്ചത്തേക്ക് തന്നെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു ആ പവറിന്റെ പ്രത്യേകത. എന്നാൽ ആ പവർ അടിച്ചു കളയുന്ന പരിപാടിയാണ് ഇപ്പോൾ വെളിപ്പെടുന്നത്. ഇവിടെ ബ്ലാക്ക് കോയിൻ നൂറയുടെ കയ്യിലാണ് കൂടുതൽ വരുന്നതെങ്കിൽ നൂറ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് പോകും. തുടർന്ന് കാണുന്നത് വീക്ക്ലി ടാസ്ക് 2ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പക്ഷേ ആ 2ാം ദിവസം തുടങ്ങുന്നതിന് മുൻപ് ഇരുട്ടടി പോലെ നൂറയ്ക്ക് മേൽ അടുത്തൊരു അനൗൺസ്മെന്റ് വരികയാണ്. അതായത് കഴിഞ്ഞ ദിവസം ചപ്പൽ ഉണ്ടാക്കുവാൻ വേണ്ടി തൊഴിലാളികൾ എല്ലാവരും ഉണ്ടായിരുന്നു. ആത്മാർത്ഥമായി അവർ സഹകരിക്കുകയും ചെയ്തു. 2 മെഷീനുകളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്നാൽ ഇതിനിടയിൽ ഇന്ന് പെട്ടെന്നൊരു സാങ്കേതിക പ്രശ്നം വന്നതുമൂലം ഒരു മെഷീൻ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഒരു മെഷീൻ മറ്റാരോ വാടകയ്ക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അതുകൊണ്ട് ഒറ്റ മെഷീൻ കൊണ്ട് തന്നെ ഇന്ന് പണി പൂർത്തിയാക്കണം. അതുമാത്രവുമല്ല, ഇതിനിടയിൽ വേറൊരു കാര്യം കൂടി സംഭവിച്ചു. വിദേശത്തു നിന്നും 50 ചെരുപ്പുകൾക്ക് എമർജൻസി ആയിട്ടുള്ള ഓർഡർ വന്നിട്ടുണ്ട്. ഇന്ന് തന്നെ ഈ 50 ചെരുപ്പുകൾ അവർക്ക് ഉണ്ടാക്കി നൽകുകയും വേണം. നൂറ പെട്ടു. ഇന്നലെ തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് 50 ചെരുപ്പുകൾ വൈകുന്ന സമയം കൊണ്ട് ഉണ്ടാക്കിയെടുത്തത്. എന്നാൽ ഇന്ന് ഇത്രയും തൊഴിലാളികളെ വെച്ചുകൊണ്ട് ഒറ്റ മെഷീനിൽ 50 ചെരുപ്പുകൾ ഉണ്ടാക്കുക അത് കട്ടിയായിട്ടുള്ള ഒരു ടാസ്ക് ആണ്. എന്തായാലും തൊഴിലാളികളെയും അസിസ്റ്റന്റിനെയും എല്ലാം കൂട്ടിക്കൊണ്ട് വീണ്ടും നൂറ ഒരു ചർച്ചയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുകയാണ്. പക്ഷേ തൊഴിലാളികൾ നിസ്സഹകരണം പ്രഖ്യാപിക്കുന്നു. അക്ബർ കടുത്ത എതിർപ്പിലാണ്. കാരണം ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുപ്പിച്ചിട്ട് അക്ബറിന് മാത്രം കൂലി കൊടുത്തിട്ടില്ല. അയാൾ തൊഴിലാളി നേതാവാണ്. നേതാവിനെ തന്നെയാണ് അപമാനിച്ചിരിക്കുന്നത്. നേതാവിന് കടുത്ത അസംതൃപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ ഒരു തരത്തിലും ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല. മാഡം വിളിക്കുകയാണ്. അത്യാവശ്യമായിട്ട് മാഡത്തിന്റെ ഓഫീസിലേക്ക് എത്തി മാഡത്തോട് നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകണം. അപ്പോൾ അക്ബർ, മാഡത്തിന് എന്താ കാലിൽ കുരുണ്ടോ? മാഡം വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ, ഞങ്ങൾ അങ്ങോട്ട് പോവില്ല. തുടർന്ന് അസിസ്റ്റന്റും തൊഴിലാളികളുമായി വഴക്കാകുന്നു. ഒടുവിൽ മാഡം അതിനകത്ത് ഇടപെടുന്നു. പിന്നീട് മുതലാളിയും തൊഴിലാളികളും തമ്മിൽ വലിയ തർക്കം. ഇതിനിടയിൽ സംഭവിച്ചൊരു കാര്യം, സ്ത്രീകളായിട്ടുള്ള ചില തൊഴിലാളികളെ ഈ തൊഴിലാളി സംഘടനയിൽ നിന്നും അടർത്തിയെടുത്ത് മുതലാളിക്ക് തന്റെ കൂടെ നിർത്താൻ പറ്റി. അതായത് ഈ സംഘടന സ്പ്ലിറ്റ് ചെയ്ത് ഒരു കൂട്ടം ആൾക്കാർ മുതലാളിയെ പ്രീണിപ്പിച്ച് നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി കൂടുവാനും യൂണിയനെ വെട്ടുവാനും തയ്യാറായി. അങ്ങനെ ഗ്രൂപ്പ് പിളരുന്നു. ഒരു കൂട്ടം ആൾക്കാർ മാഡത്തിന്റെ ഒപ്പം ചേരുകയാണ്, മുതലാളിക്കൊപ്പം ചേരുകയാണ്. തുടർന്ന് അലാറം മുഴങ്ങുന്നു. എല്ലാവരും കൂടി നെട്ടോട്ടം ഓടുകയാണ് ആക്ടിവിറ്റി ഏരിയയിൽ പ്രവേശിക്കുവാൻ വേണ്ടി. എന്തായിരുന്നു ഇതിന്റെ പിൻപിലുള്ള അജണ്ട? എന്തിനാണ് ഇത്രയും തിടുക്കം കാട്ടുന്നത്? അതായത് ഇന്ന് അവിടെ പണി നടത്താൻ പാടില്ല, സ്തംഭിപ്പിക്കും. ഒറ്റ മെഷീൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒറ്റ മെഷീൻ അവിടുന്ന് എടുത്തു മാറ്റുക. തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ തൊഴിലാളികളെ രാവിലെ മുതൽ വൈകുന്ന സമയം വരെ വിട്ട് കഷ്ടപ്പെടുത്തുകയും അവർക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം ശമ്പളം കൊടുക്കുകയും ചെയ്യുന്ന ആ പരിപാടി അത് തുടരാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് സ്ട്രൈക്കാണ്, പണിയിപ്പിക്കില്ല എന്നുള്ള തീരുമാനം അക്ബർ എടുക്കുന്നു. അക്ബറിന്റെ കൂട്ടത്തിൽ ആണുങ്ങളായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ, പിന്നെ മസ്താനി, ഇത്രയും ആൾക്കാർ മാറി നിൽക്കുകയാണ്. അവരകത്തേക്ക് കയറുന്നു. മെഷീനറീസ് എല്ലാം അവരെടുത്തു മാറ്റുന്നു. ചെരുപ്പുണ്ടാക്കുവാനുള്ള മെറ്റീരിയൽസ് വന്നിട്ടുണ്ട്. ഇതെല്ലാം അവർ കൈവശപ്പെടുത്തുന്നു. പിന്നീട് പൊരിഞ്ഞ പോരാട്ടം നടത്തുക. ബിഗ് ബോസ് പല ആവർത്തി ഇടപെടുന്നുണ്ട്. മാരകായുധങ്ങളുണ്ട്. ശരീരത്തിന് മുറിവുണ്ടാകുന്ന പലതരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ അതിനകത്തുണ്ട്. അതെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്, ഇത് അപകടമാണ്. ആര് കേൾക്കാനാണ്? വലിയ ബഹളം, ഉന്തും തള്ളും, വാക്കേറ്റം, കയ്യേറ്റത്തിലേക്ക് എത്തുന്നു. ഈ സാഹചര്യം വരുമ്പോൾ അക്ബറിന്റെ കൈത്തണ്ടയിൽ മുറിവുണ്ടാകുന്നുണ്ട്. മറ്റു പലർക്കും എന്തൊക്കെയോ പരിക്കുകൾ അതിനകത്ത് സംഭവിക്കുന്നുണ്ട്. എന്തായാലും തൊഴിലാളികൾ കടുത്ത തീരുമാനത്തിലേക്ക് എത്തുന്നു. പ്രോപ്പർട്ടീസ് എല്ലാം എടുത്തു മാറ്റുന്നു. അവർക്ക് വർക്ക് ചെയ്യുവാനുള്ള മേശ ഉൾപ്പെടെ അവിടുന്ന് എടുത്തു മാറ്റി
അവരെല്ലാവരും കൂടി അതിന്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. വർക്ക് ചെയ്യുവാൻ ഒരു മേശ പോലുമില്ല. ഓരോരുത്തരും അവരവരുടെ മടിയിൽ വെച്ചുകൊണ്ടാണ് ചെരുപ്പുണ്ടാക്കുന്ന ശ്രമങ്ങളൊക്കെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ എന്തായാലും ഉച്ച കഴിഞ്ഞപ്പോഴേക്കും നൂറ പെട്ടു. ഒരു തരത്തിൽ മുൻപോട്ട് നീങ്ങില്ല. 50 ചെരുപ്പാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ ഇവിടെ 10 പോലും ഉണ്ടാക്കിയിട്ടില്ല. വല്ലാത്തൊരു ഗതികേടിന്റെ അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇവിടെ കോംപ്രമൈസിന് നൂറ തയ്യാറാകുന്നുണ്ട്. നമുക്ക് ചർച്ച ചെയ്യാം, നമുക്കൊരു ഒത്തുതീർപ്പിലേക്ക് എത്താം. അക്ബർ പറയുന്നു, ഓരോ ഒത്തുതീർപ്പുമില്ല, നിങ്ങൾ പാർഷ്യാലിറ്റിയാണ് കാണിച്ചിട്ടുള്ളത്, നിങ്ങൾ തൊഴിലാളികളെ അടിമകളായിട്ട് കണ്ടവരാണ്, അതുകൊണ്ട് നിങ്ങളുമായിട്ട് യാതൊരു നീക്കുപോക്കിനുമില്ല. ടാസ്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ബിഗ് ബോസ് എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയിട്ടില്ല, നിങ്ങൾ നിങ്ങളുടെ തന്നിഷ്ടപ്രകാരമാണ് നടക്കുന്നത്. ഇവിടെ ആര് തൊഴിലെടുക്കണം വേണ്ട എന്നുള്ളത് തൊഴിലാളി നേതാവായ ഞാൻ തീരുമാനിക്കും. ഇവിടെ ഞങ്ങൾക്കൊരു യൂണിയൻ ഉണ്ട്. ഇതൊക്കെ പറഞ്ഞ് ഉച്ചത്തിലുള്ള മുദ്രാവാക്യം വിളിയുമായിട്ട് അക്ബറും കൂട്ടരും ആ മുറിക്കുള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിനിടയിൽ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് വേണ്ടി 2 പേരെത്തുന്നുണ്ട്. അത് ലക്ഷ്മിയും മസ്താനിയുമാണ്. ഈ 2 ആൾക്കാർക്കും കോയിൻ കൊടുക്കാം, അഡ്വാൻസ് കോയിൻ കൊടുക്കാം. അങ്ങനെ അഡ്വാൻസ് കോയിൻ കിട്ടിയാൽ വർക്ക് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. 2 ആൾക്കാരും അഡ്വാൻസ് കോയിന് വേണ്ടി ഓടിച്ചെല്ലുന്നു, കോയിൻ വാങ്ങുന്നു. പക്ഷേ കോയിൻ വാങ്ങിയെടുത്തിട്ട് ചിരിച്ചുകൊണ്ട് അവർ വീണ്ടും മടങ്ങിപ്പോയി മുദ്രാവാക്യം വിളിക്കുന്ന കൂട്ടത്തിനൊപ്പം നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ നല്ല വൃത്തിക്ക് നൂറയെ 2 ആളും കൂടി തേച്ചു കൊടുത്തു. നൂറയ്ക്കാണെങ്കിൽ അത് ഭയങ്കര ഷോക്കായി പോയി കേട്ടോ. ലൈവ് കണ്ടവർക്കറിയാം, ഈ പരിപാടി എല്ലാം കഴിഞ്ഞു വന്നിരുന്നുകൊണ്ട് നൂറ അതേക്കുറിച്ച് പദം പെറുക്കി കരയുന്ന കാഴ്ചയൊക്കെ കാണുന്നുണ്ടായിരുന്നു. എന്തായാലും വീണ്ടും ചർച്ചകൾക്ക് തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. നമുക്ക് പ്രശ്നം പറഞ്ഞ് പരിഹരിക്കാം. 50 ചെരുപ്പുകൾ ഇന്ന് തന്നെ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ഈ 50 ചെരുപ്പ് ഇന്ന് ഉണ്ടാക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നൂറയെ അത് ബാധിക്കും. അത് നൂറയെ ഈ കിട്ടിയ പവർ നഷ്ടപ്പെട്ട് നോമിനേഷനിലേക്ക് പോകുന്ന വഴിക്ക് വരെയോളം കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കും. ഇത് കഴിഞ്ഞ ദിവസം അവരുമായിട്ട് കണക്ക് പറഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് നൂറയുടെ വായിൽ നിന്ന് തന്നെ അറിയാതെ അബദ്ധത്തിൽ വീണുപോയതാണ്. അത് പൂർണ്ണമായിട്ട് അവർ പറഞ്ഞില്ല. സമയത്ത് 50 ചെരുപ്പുകൾ ചെയ്തു തീർത്തില്ല എന്നുണ്ടെങ്കിൽ അത് എന്നെ ബാധിക്കും എന്ന് നൂറയുടെ വായിൽ നിന്ന് വീണു. അപ്പോൾ കമ്പനി ഉടമയെ ഇത് ബാധിക്കും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും 50 ചെരുപ്പുകൾ സമയത്ത് തീർക്കരുത് എന്നുള്ള ആ ഒരു ശാഠ്യത്തിലേക്ക് യൂണിയൻ നേതാവ് അക്ബർ എത്തുകയാണ്. അക്ബറിനൊപ്പം ബാക്കിയുള്ളവരും അണിനിരക്കുകയാണ്. ചർച്ചയ്ക്ക് വേണ്ടി അസിസ്റ്റന്റ് വന്ന് സംസാരിക്കുന്നു. ചർച്ചയ്ക്കുള്ള കളമൊരുങ്ങുകയാണ്. അപ്പോൾ അക്ബർ ഒരു കണ്ടീഷൻ വെച്ചു. ബിഗ് ബോസ് തന്നിരിക്കുന്ന കോയിൻ അത് ഗോൾഡ് ആണെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും അത് മുഴുവൻ ഇവിടെ ഞങ്ങളുടെ മുൻപിൽ മേശപ്പുറത്ത് വെക്കണം. അഡ്വാൻസ് ആയിട്ട് ഈ കോയിനുകൾ മുഴുവൻ ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം. അങ്ങനെ കിട്ടിയാൽ ഞങ്ങൾ വർക്ക് ചെയ്യാം. 50 കോയിനും 100% ഉറപ്പ് ഞങ്ങൾ തീർത്ത് തന്നിരിക്കും. നൂറ ചോദിക്കുന്നു, അഡ്വാൻസ് പേയ്മെന്റ് എന്നും പറഞ്ഞുകൊണ്ട് 2 പേർ എന്റെ കയ്യിൽ നിന്ന് കോയിൻ മേടിച്ചു. ഈ 2 ആൾക്കാരും എന്നെ കളിപ്പിച്ചു. ഇനിയിപ്പോ നിങ്ങളെ എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഒരു കാരണവശാലും നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല. സംസാരം വീണ്ടും തുടരുന്നു. അവസാനം നൂറ വഴങ്ങുകയാണ്. അവർക്ക് ഗോൾഡ് കോയിൻ കൊടുക്കുവാൻ വേണ്ടി തയ്യാറാവുകയാണ്. പെട്ടെന്ന് ബിഗ് ബോസിന്റെ ചോദ്യം വരികയാണ്. അതെവിടുത്തെ പരിപാടിയാണ്? ജോലി കഴിയുന്നതിന് മുൻപ് എവിടെയാണ് കൂലിയുള്ളത്? അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ആ ഒത്തുതീർപ്പ് ചർച്ച വീണ്ടും പരാജയപ്പെടുകയാണ്. അക്ബർ പറയുന്നു, ഈ അവസ്ഥയിൽ തന്നെ പോട്ടെ, ഇന്ന് സ്ട്രൈക്കാണ്, ഞങ്ങൾ വീണ്ടും പണിക്കിറങ്ങും, ഞങ്ങൾ പണിയും. പണിത് കഴിഞ്ഞാൽ വൈകിട്ട് പുറത്തു വരുമ്പോൾ ഞങ്ങൾക്ക് കൂലി തരുമെന്ന് എന്താണ് ഇത്ര ഉറപ്പ്? കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞിട്ടാണ് ഞങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ചത്. എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ കളിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇത്രയും പ്രശ്നം നടന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളെ കളിപ്പിച്ചിരിക്കും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം സ്ട്രൈക്കാണ് എന്ന് പറഞ്ഞ് അവര് പണിമുടക്ക് പ്രഖ്യാപിച്ചു. ചുരുങ്ങിയ നാമമാത്രമായ തൊഴിലാളികളെ വെച്ചുകൊണ്ട് ഒറ്റ മെഷീൻ മടിയിൽ വെച്ചുകൊണ്ട് അവര് ചെരുപ്പുണ്ടാക്കി. 25 ചെരുപ്പുകൾ മാത്രമേ ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ. സമയം തീരാൻ പോവുകയാണ്. ഇടയ്ക്ക് ബിഗ് ബോസിനോട് പറയുന്നുണ്ട്, ബിഗ് ബോസെ ഞങ്ങൾ ഇന്നലത്തെ ചെരുപ്പും കൂടി വെച്ചിട്ട് ഒരുമിച്ച് എണ്ണും. ബിഗ് ബോസ് അത് അംഗീകരിക്കണം കേട്ടോ, ദയവ് ചെയ്ത് ഞങ്ങളെ വെട്ടിലാക്കരുത്. പക്ഷേ ബിഗ് ബോസ് അത് അംഗീകരിച്ചില്ല. ഒടുവിൽ ബിഗ് ബോസ് ചോദിക്കുകയാണ്, എത്ര ചെരുപ്പുണ്ടാക്കി? 50 ചെരുപ്പ്. 50 ചെരുപ്പോ? അപ്പോഴേക്കും പ്രതിപക്ഷം ചാടി എഴുന്നേറ്റു. ഇല്ല ബിഗ് ബോസ്, അവരത് ഉണ്ടാക്കിയിട്ടില്ല, ഞങ്ങൾക്കത് എണ്ണണം. നൂറ അത് എണ്ണിക്കത്തില്ല. ഉടനെ ബിഗ് ബോസ് പറയുകയാണ്, ഇന്നലെ ഉണ്ടാക്കിയ 50 ചെരുപ്പുകൾ എണ്ണി അങ്ങോട്ട് മാറ്റിവെക്കുക. അതിനുശേഷം ബാക്കിയുള്ളത് എത്രയുണ്ടെന്ന് നിങ്ങൾ എണ്ണി പറയുക. എണ്ണി 25 എണ്ണം മാത്രമേ അവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞുള്ളൂ. അതോടുകൂടി ഇന്നത്തെ ടാസ്കിൽ നൂറ പരാജയപ്പെട്ടു. ടാസ്ക് 3 ദിവസമാണ്. ഇന്നലെയും ഇന്നും 2 എണ്ണം കഴിഞ്ഞു. ഇന്നലെ നൂറ വിജയിച്ചു, ഇന്ന് നൂറ പരാജയപ്പെട്ടു. നാളെയും നൂറ പരാജയപ്പെട്ടാൽ നൂറയുടെ പവർ നഷ്ടപ്പെടും. എന്നാൽ നാളെ നൂറ ജയിച്ചാൽ വേറെ പലരുടെയും തല ഉരുളും. നൂറയുടെ പവർ അവർക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഈ ടാസ്കിനെ ഒന്ന് വിലയിരുത്താം. 1-2 വീഡിയോകൾ പകൽ സമയത്ത് ഞാൻ ഇട്ടിരുന്നു. അതിനകത്ത് കൃത്യമായി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കമ്പനി ആകുമ്പോൾ കുറെ പണമുണ്ട്, എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ അറിയാം എന്നുള്ള ധാർഷ്ട്യത്തോടു കൂടി ഒരു മുതലാളി മുൻപോട്ട് ഇറങ്ങി വന്ന് കുറെ ആൾക്കാരെ വെച്ചുകൊണ്ട് ആ കമ്പനി മുൻപോട്ട് നടത്താം എന്ന് തീരുമാനിച്ചാൽ നമ്മുടെ നാട്ടിൽ നടക്കില്ല. നമ്മുടെ രാജ്യത്തെ ഏറ്റവും ശക്തമായൊരു സംവിധാനമാണ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. എല്ലാ പാർട്ടികൾക്കും ട്രേഡ് യൂണിയൻ ഉണ്ട്, അതിന്റെ യൂണിയൻ നേതാക്കന്മാരുമുണ്ട്.
ഈ നേതാക്കന്മാരാണ് പലപ്പോഴും അവകാശങ്ങൾക്ക് വേണ്ടി തൊഴിലാളികളെ സജ്ജരാക്കുകയും പോരാട്ടം നടത്തുകയും ചെയ്യുന്നത്. അങ്ങനെ ബൂർഷ മുതലാളികളുടെ കയ്യിൽ നിന്നും കൃത്യമായിട്ട് വേതനം പിടിച്ചു പറ്റുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് ഈ യൂണിയൻ നേതാക്കന്മാർ. അപ്പോൾ ഈ കമ്പനി നല്ല രീതിയിൽ മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മുതലാളിമാർ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായേ പറ്റൂ. നൂദില ചെരുപ്പ് കമ്പനിയുടെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് തന്നെ ശമ്പളം കുറച്ചേ കൊടുക്കൂ, പക്ഷെ കൃത്യമായി കൊടുക്കും എന്നുള്ളതാണ്. എന്നാൽ ഒന്നാമത്തെ ദിവസം തന്നെ നൂറ അതിനെ പൊളിച്ചു. ശമ്പളം കൃത്യമായി കൊടുത്തില്ല എന്ന് മാത്രമല്ല, കുറച്ചുപോലും കൊടുത്തില്ല. അതാണ് അക്ബറിനെ ഇത്രയും അധികം ചൊടിപ്പിച്ചത്. രാവിലെ മുതൽ വൈകുന്ന സമയം വരെ തൊഴിലാളി യൂണിയൻ നേതാവിനെ പണിയെടുപ്പിച്ചിട്ട് വൈകിട്ട് അയാൾക്ക് ശമ്പളം കൊടുക്കാതെ വിട്ടു. അതാണ് ഇന്ന് 2 ഗ്രൂപ്പായി മാറിയതും സ്ട്രൈക്ക് ഉണ്ടാക്കാൻ കാരണമാകുകയും ചെയ്തത്. ബുദ്ധിയുള്ള തൊഴിലാളികൾ എന്താണ് ചെയ്യുന്നത്? ഒരു പ്രശ്നം കമ്പനിക്ക് മുൻപിൽ വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കുന്ന കാര്യം തൊഴിലാളി യൂണിയൻ നേതാവുമായി ചർച്ച നടത്തുക എന്നുള്ളതാണ്. ആ ചർച്ചയിൽ കൂടി ചില നീക്കുപോക്കുകൾക്ക് ധാരണയുണ്ടാവും. നൂറ അതിന് തയ്യാറായില്ല. ധാർഷ്ട്യത്തോടുകൂടി ഞാനാണ് ഇവിടുത്തെ അധികാരി, എൻ്റെ പൈസ മുടക്കി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന കമ്പനിയാണ്, ഇവിടെ ഞാൻ പറയുന്നതേ നടക്കൂ എന്ന് പറഞ്ഞപ്പോൾ അക്ബർ പറഞ്ഞു, ഞാൻ തൊഴിലാളി നേതാവാണ്, ഞാൻ പറയുന്നത് പോലെ മാത്രമേ പണിക്കാര് പണി ചെയ്യുകയുള്ളൂ, അതിനകത്ത് ഒരു മാറ്റവും വരില്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം നഷ്ടം സംഭവിക്കാൻ പോകുന്നത് നൂറയ്ക്കാണ്. അങ്ങനെ ഒരു നഷ്ടം തന്റെ മുൻപിൽ വരാതിരിക്കുവാൻ വേണ്ടി താൻ മുന്നമേ കൂട്ടി കാര്യങ്ങൾ നോക്കി കാണണമായിരുന്നു. അതിനുള്ള ബോധം അവർക്കില്ലാതെയായിപ്പോയി. ടാസ്കിനെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. ശരിക്കും പറഞ്ഞാൽ ആദ്യം തന്നെ യൂണിയൻ നേതാവിനെ ഇവർ ചാക്കിട്ട് കൂടെ നിർത്തണമായിരുന്നു. ഒരു ഗോൾഡ് കോയിന്റെ കാര്യമേ ഉള്ളൂ, അല്ലെങ്കിൽ 2 or 3 ഗോൾഡ് കോയിൻ, അത് പോട്ടെ പുല്ലെന്ന് പറഞ്ഞ് അയാൾക്ക് കൊടുത്തിരുന്നെങ്കിൽ അയാളെ തുടക്കത്തിൽ തന്നെ വലയിലാക്കുവാനും അയാളെ തൻ്റെ ആളാക്കി കൂടെ നിർത്തുവാനും കഴിയുമായിരുന്നു. എന്നിട്ട് അയാളെ കൊണ്ട് കൂടെ നിൽക്കുന്ന തൊഴിലാളികളെ കൃത്യമായി സജ്ജരാക്കി പണിയെടുപ്പിച്ച് കൃത്യമായിട്ട് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്ത് ഇത് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ആദ്യം തന്നെ ഈ വിഷപ്പാമ്പിനെ നോവിച്ചു വിട്ടു എന്ന് പറഞ്ഞതുപോലെ അക്ബറിനെ പിണക്കി കളഞ്ഞു. രണ്ടാമതൊരാളുണ്ട്, അസിസ്റ്റന്റ് ആയിട്ടുള്ള ജിഷിനും തൊഴിലാളി നേതാക്കളും തമ്മിൽ പ്രശ്നമാണ്. കാരണം മുതലാളിയുടെയും തൊഴിലാളിയുടെയും ഇടയിൽ നിൽക്കുന്ന ഇടനിലക്കാരനാണ്. ഈ ഇടനിലക്കാരനെ ഒരു കാരണവശാലും തൊഴിലാളി യൂണിയൻ നേതാക്കൾ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരെ 2 പേരെയും ബഹളമുണ്ടാക്കാതെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ഈ 2 ആൾക്കാരുടെയും അണ്ണാക്കിൽ ആവശ്യമുള്ളത് തിരികെ വെച്ചു കൊടുത്തിരുന്നെങ്കിൽ അവർ 2 പേരും കൂടെ നിൽക്കുമായിരുന്നു. ഇവരെ കൂടെ നിർത്തിക്കൊണ്ട് കൃത്യസമയത്ത് പണി തീർത്ത് ഈ ടാസ്ക് ഗംഭീരമായി അവസാനിപ്പിക്കുകയും അതിൽ കൂടി അവരുടെ പവർ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിലനിർത്തുകയും ചെയ്യാമായിരുന്നു. എന്നാൽ ധാർഷ്ട്യത്തോടെ അഹങ്കാരം കാണിക്കാൻ പോയതുകൊണ്ട് നൂറ ഇപ്പോൾ പൊളിച്ചടുക്കപ്പെടുകയാണ്. ഇന്നത്തെ ടാസ്ക് തീർന്നപ്പോൾ തൊഴിലാളികൾ അവരുടെ പവർ എന്താണ് എന്നുള്ളത് നൂറയ്ക്ക് കാണിച്ചു കൊടുത്തു. ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് വേണ്ടി മാക്സിമം പരിശ്രമിച്ചിട്ടും ഒന്നും എങ്ങും എത്തിയില്ല, പൊളിച്ചടുക്കി. ഈ പ്രശ്നം എങ്ങും എത്താതെ ആക്ടിവിറ്റി ഏരിയയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അനീഷും നെവിനും തമ്മിലുള്ള ഒരു പ്രശ്നം അടുക്കളയ്ക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനീഷ് പറയുന്നുണ്ട്, നെവിന്റെ ഭാഷ അത് ശ്രദ്ധിച്ചുപയോഗിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ശ്രദ്ധിച്ചില്ലെങ്കിൽ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് മനസ്സിലാകും നിന്റെ വ്യക്തിത്വം എന്താണെന്നുള്ളത്. അതെ, ഞാനിവിടെ മാലാക കളിക്കാൻ വേണ്ടി ഒന്നും വന്ന ആളല്ല, ഞാനിവിടെ ഗെയിം കളിക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ വായിൽ നിന്ന് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയും. കൂടുതൽ അങ്ങോട്ട് ബുദ്ധിമുട്ടിച്ചാൽ നിങ്ങൾ ഒരുപക്ഷെ എന്നെ ജയിലിടുമായിരിക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോമിനേഷനിലേക്ക് കൊണ്ടുവരുമായിരിക്കും. പക്ഷെ അതുകൊണ്ടൊന്നും നെവിൻ കപ്രോഷ്യസ് ആംബ്രോസ് മട്ടാഞ്ചേരി വീഴുമെന്ന് നിങ്ങൾ കരുതണ്ട. ഇവിടെ ടിക്കറ്റ് ഫിനാലെയും കഴിഞ്ഞിട്ട് 100 ദിവസം ഞാനിവിടെ നിന്നിരിക്കും. അത് കണ്ടിട്ട് അനീഷ് എന്ന് പറയുന്ന നിങ്ങൾ ആകെപ്പാടെ ആടി ഉലഞ്ഞ് നെഞ്ചു പൊട്ടുന്ന കാഴ്ച അത് ഞാൻ കാണിച്ചു തരാം. നെവിൻ വെല്ലുവിളിക്കുകയാണ്. ഈ വെല്ലുവിളിയോട് അനീഷ് പ്രതികരിക്കുന്നത്, നീ ഇവിടെ എന്ത് വേണമെങ്കിലും കാണിച്ചോ, നീ ടിക്കറ്റ് ഫിനാലെയോ നീ എന്ത് കോപ്പ് വേണമെങ്കിലും എടുത്തോ, പക്ഷേ വായിൽ നിന്ന് വരുന്ന വാക്ക് ശ്രദ്ധിച്ചുപയോഗിക്കണം, ഇല്ലെങ്കിൽ വിവരം അറിയും. തുടർന്ന് കാണുന്ന കാഴ്ച ടാസ്കിന്റെ 2ാം ദിവസം പൊളിച്ചടുക്കിയിട്ട് തൊഴിലാളി യൂണിയൻ നേതാവും തൊഴിലാളികളും പിന്നാലെ മുതലാളിയും അസിസ്റ്റന്റും മുതലാളിയുടെ കൂടെ നിന്ന പണിക്കാരും ഒക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ആക്ടിവിറ്റി റൂമിലേക്ക് എല്ലാവരെയും വിളിച്ചിരുത്തുന്നു. തുടർന്ന് മുതലാളി തന്റെ വാക്ക് കേട്ടുകൊണ്ട് ആ ഗ്രൂപ്പിനെ സ്പ്ലിറ്റ് ചെയ്ത് മുതലാളിയുടെ കൂടെ നിന്ന ആൾക്കാർക്ക് ഗോൾഡ് കോയിനൊക്കെ കൊടുക്കുന്നുണ്ട്. 3 ഗോൾഡ് കോയിനുകൾ വീതം ആദിലയ്ക്കും ബിന്നിക്കും ജിഷിനും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അക്ബറിനെ വിളിക്കുന്നു. അക്ബറുമായിട്ട് വീണ്ടും പ്രശ്നം നടക്കുകയാണ് അവിടെ. അക്ബറിന് 1 ബ്ലാക്ക് കോയിൻ കൊടുത്തു. എന്നാൽ ഇരുട്ടടി പോലെ അഭിലാഷിന് 2 ബ്ലാക്ക് കോയിനും കൊടുത്തു. ബ്ലാക്ക് കോയിൻ ആരുടെ കയ്യിലാണോ കൂടുതൽ കിട്ടുന്നത് അവരാണ് ഡയറക്റ്റ് നോമിനേഷനിലേക്ക് പോകുന്നത്. ഇവിടെ നൂറ അഭിലാഷിനിട്ടൊരു പണി കൊടുത്തതാണ്. എന്ത് പണിയാണ് കൊടുത്തത്? കഴിഞ്ഞ വീക്ക്ലി ടാസ്കിൽ നൂറയാണ് ജയിച്ചത്. നൂറ വിൻ ചെയ്യുമ്പോൾ നൂറയുടെ കൂടെ 2 ആൾക്കാരും കൂടിയുണ്ട്. ഒന്ന് ബിന്നിയും 2 അഭിലാഷുമായിരുന്നു. ബിന്നിക്ക് ഫാമിലി വീക്കിലേക്കുള്ള സൂപ്പർ പോയിന്റ് കൊടുത്തു. എന്നാൽ 2 പോയിന്റ് സൂപ്പർ നോമിനേഷൻ, സൂപ്പർ ഇമ്മ്യൂണിറ്റി, ഈ 2 പവറുകളും നൂറ തന്നെ കൈവശം വെച്ചു. അഭിലാഷിന് ഒന്നും കൊടുത്തില്ല, അഭിലാഷിനെ തേച്ചു. അഭിലാഷിന് സങ്കടമായി. പക്ഷേ നൂറ അന്ന് അഭിലാഷിന് ഒരു വാക്ക് കൊടുത്തിരുന്നു,
നിങ്ങളെ ഒരിക്കലും ഞാൻ നോമിനേറ്റ് ചെയ്യില്ല, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചാണ് വിട്ടത്. പക്ഷേ ഇപ്പോൾ പ്രശ്നം മുഴുവൻ ഉണ്ടായത് അക്ബറുമായിട്ടാണ്. അക്ബറിന് 2 ബ്ലാക്ക് കോയിൻ കൊടുക്കുകയായിരുന്നെങ്കിൽ, അല്ല 3 ബ്ലാക്ക് കോയിനും കൊടുക്കുകയായിരുന്നെങ്കിലും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. എന്നാൽ ഇവിടെ അക്ബറിന് 1 ബ്ലാക്ക് കോയിൻ കൊടുത്തിട്ട് അക്ബറിന്റെ യൂണിയനിൽ കൂടെ നിന്നു എന്നുള്ള കാരണത്താൽ അഭിലാഷിന് 2 ബ്ലാക്ക് കോയിൻ കൊടുക്കുന്നു. നോമിനേഷനാണ്. അഭിലാഷിനെ കൃത്യമായിട്ട് നോമിനേഷനിലേക്ക് വിടുകയാണ്. നൂറ അഭിലാഷിന് കൊടുത്ത വാക്കിന്റെ നഗ്നമായിട്ടുള്ള ലംഘനമാണ് ഇവിടെ നടക്കുന്നത്. ഇതിനെയല്ലേ ശരിക്കും ചതിവെന്ന് പറയുന്നത്? ഒരു ഫെയർ ഗെയിം അല്ല ഇവിടെ നൂറ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞായിരുന്നല്ലോ, ഈ അഡ്വാൻസ് കോയിൻ മേടിച്ച് നൂറയെ 1-2 ആൾക്കാർ തേച്ചു എന്നുള്ളത്. പൊട്ടനെ ചെട്ടി ചതിച്ചാലേ ചെട്ടിയെ ദൈവം ചതിക്കും എന്ന് പറയുന്നത് പോലെ 2 ആൾക്കാർ, മസ്താനിയിൽ ലക്ഷ്മിയും ഗോൾഡ് കോയിൻ അഡ്വാൻസ് ആയിട്ട് തരാമെന്നുണ്ടെങ്കിൽ വന്ന് പണിയെടുത്തേക്കാമെന്ന് ഓഫർ കൊടുത്തു. അത് കേട്ടുകൊണ്ട് അവരെ വിശ്വസിച്ച് ഗോൾഡ് കോയിൻ കൊടുത്തു. ഗോൾഡ് കോയിൻ മേടിച്ച് പോക്കറ്റിൽ വെച്ചിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ യൂണിയന്റെ ആൾക്കാരാണ്, ഒരിക്കലും വരില്ല എന്ന്. ശരിക്കും അത് വല്ലാതെ നൂറയെ ഹേർട്ട് ചെയ്തു. പരിപാടിയെല്ലാം കഴിഞ്ഞു വന്നിട്ട് ആദിലയോടും ബിന്നിയോടും അത് പറഞ്ഞിട്ട് താൻ സങ്കടപ്പെടുന്നുണ്ട്. എന്തിനാണ് ഇത്രയും അധികം സങ്കടപ്പെടുന്നത്? ആദ്യത്തെ വീക്ക്ലി ടാസ്ക് മുതൽ നിങ്ങൾ തരാതരം പോലെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന പല ആൾക്കാരെയും പിൻപിൽ നിന്ന് കുത്തിയിട്ടുണ്ട്. നിങ്ങൾ അവരെ ചതിച്ചിട്ടുണ്ട്, അവരെ തേച്ചിട്ടുണ്ട്. അതൊക്കെ ബ്രില്യൻ്റ് ഗെയിം ആയിരുന്നു എന്നൊക്കെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നും അതേപോലെ തന്നെ 2 ആൾക്കാർ കോയിൻ അടിച്ചു മാറ്റിയിരിക്കുന്നു. അവരും ബ്രില്യൻ്റ് മൂവ് അല്ലേ നടത്തിയത്? നല്ല സൂപ്പർ ഗെയിം അല്ലേ കളിച്ചത്? എന്തിനാണ് അതിൽ നിങ്ങൾ സങ്കടപ്പെടുന്നത്? കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നത് പോലെ നിങ്ങൾ അടിച്ച അതേ നാണയത്തിൽ തന്നെ നിങ്ങൾക്കും തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. ഇവിടെ 2 ബ്ലാക്ക് കോയിനുകളാണ് അഭിലാഷിന് കിട്ടിയിരിക്കുന്നത്. അഭിലാഷിനെ നോമിനേഷനിലേക്ക് വിടുവാനുള്ള പരിപാടിയാണ് ആസൂത്രണം ചെയ്യുന്നത്. നാളത്തെ ടാസ്ക് കൂടെ കഴിയുമ്പോഴറിയാം ഇതിന്റെ പൂർണ്ണത എങ്ങനെയായി തീരും എന്നുള്ളത്. തുടർന്ന് കാണുന്ന കാഴ്ച, തൊഴിലാളികളുടെ എന്റർടൈൻമെന്റിന് വേണ്ടി നൂതല ചപ്പൽ ഫാക്ടറി ഒരുക്കുന്ന അവരുടെ സ്പോൺസേഡ് പ്രോഗ്രാമാണ് ഒരു വലിയ സർക്കസ്. അനീഷിന്റെയും സാബുമാന്റെയും നേതൃത്വത്തിലുള്ള സർക്കസ് കമ്പനിയുടെ പെർഫോമൻസ് ആണ് അവിടെ നടക്കുന്നത്. അവിടെ 5-6 മൃഗങ്ങളുണ്ട്. ആര്യൻ ഒരു നായാണ്, ജിസൈൽ സിംഹമാണ്, അനുമോൾ ഒരാട്ടിൻകുട്ടിയാണ്, പ്രവീൺ കഴുതയും നെവിൻ കുരങ്ങനും രണ ഫാത്തിമ ആനക്കുട്ടിയുമാണ്. അവരുടെ പ്രോഗ്രാമുകളാണ് പിന്നീട് നടക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോറാണ്. ലൈവൊക്കെ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ ഉറങ്ങിപ്പോയി കാണും ഒരുപക്ഷെ. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്തിട്ട് എവിടെയെങ്കിലും ഓടി ഒളിച്ചിട്ടുണ്ടാവും. ഇതാണ് തുടർന്ന് കാണുന്നത്. ഇത് അല്പാൽപമായിട്ടൊക്കെ എപ്പിസോഡിനകത്ത് കാണിച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വേണ്ടേ? അതിനുവേണ്ടി ഒരുമാതിരി ബോറൻ പരിപാടി ആവിഷ്കരിച്ചിരിക്കുന്നു. ഈ പെർഫോമൻസ് നടത്തിയ ആൾക്കാർക്ക് ഒടുവിലായി ജോലിക്കാർ വന്നിട്ട് അവർക്ക് കിട്ടിയ ഗോൾഡ് കോയിനുകൾ ടിപ്പായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ടിപ്പ് കിട്ടിയ ആൾക്കാർക്ക് മാത്രമേ ലക്ഷറി ഐറ്റംസ് കളക്ട് ചെയ്യുവാൻ വേണ്ടി പണിപ്പുരയിലേക്ക് പ്രവേശനമുള്ളൂ. കഴിഞ്ഞ ദിവസം പറ്റിയ അബദ്ധം ഇന്ന് പറ്റാതിരിക്കുവാൻ വേണ്ടി അവർക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരായി ചെന്നിട്ട് ടിപ്പൊക്കെ കൊടുക്കുന്ന മനോഹരമായ കാഴ്ച ഇന്ന് കാണുന്നുണ്ട്. അടുത്തതായിട്ട് നടക്കുന്നത്, പരിപാടിയെല്ലാം കഴിഞ്ഞു വന്ന് കിച്ചണിൽ നല്ല ഒന്നാന്തരം ഒരു സംഘടന നടക്കുന്ന കാഴ്ചയാണ്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജിസൈൽ ഫുഡ് ഉണ്ടാക്കുവാൻ വേണ്ടി കയറി. ജിസൈൽ കിച്ചൺ ടീമിലെ ആളല്ല. പുതിയ കിച്ചൺ ടീം പ്രവീണിന്റെ നേതൃത്വത്തിൽ ചാർജ് എടുക്കുന്ന സമയത്ത് തന്നെ വളരെ കൃത്യമായി പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ടായിരുന്നു. കിച്ചൺ ടീം അല്ലാതെ കുക്കിങ്ങിന് വേണ്ടി അടുക്കളയ്ക്കകത്ത് ഒരാളെയും അലോ ചെയ്യൂല എന്ന് വെച്ചാൽ അവരവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അവരവർ കയറി അവിടുന്ന് മോഷ്ടിച്ചു കൊണ്ടുപോവുകയും കുക്ക് ചെയ്യുകയും അങ്ങനെയുള്ള പല പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അടുക്കളയ്ക്കകത്ത് വേറൊരുത്തൻ കയറണമെന്നുണ്ടെങ്കിൽ കിച്ചൺ ക്യാപ്റ്റന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. ഈ ഒരു കരാർ അവിടെ നിലനിൽക്കുമ്പോൾ ജിസൈൽ കയറിയിട്ട് പൂരി ഉണ്ടാക്കുകയാണ്. കിച്ചൺ ടീമിലുള്ള ബിന്നി അതിനെതിരായിട്ട് സംസാരിക്കുന്നു. ജിസൈലുമായിട്ട് ഭയങ്കര ബഹളമുണ്ടാക്കുന്നു. ഈ പൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ തവ ഉൾപ്പെടെ എടുത്തുകൊണ്ട് ബിന്നി ഒരു ഭാഗത്തേക്ക് പോകുന്നു. അപ്പോൾ പ്രവീൺ വന്നിട്ട് പറയുകയാണ്, എന്നോട് അനുവാദം ചോദിച്ചിട്ടാണ് ചെയ്തത്. ബിന്നി പറയുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവിടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുവാനുണ്ട്. അത് ജിഷിന് വേണ്ടിയാണ്. ജിഷിൻ നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചില്ല. ഉച്ചയ്ക്കും ജിഷിൻ ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ജിഷിന് പൂരി വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അവന് വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ ഒരു അനുവാദം കൊടുത്തതാണ്. അതിന് പ്രശ്നമുണ്ടാക്കരുത് എന്ന് പറയുകയാണ്. അപ്പോഴേക്കും രണ ഫാത്തിമ വരുന്നു. രണ പിന്നെ നമുക്കറിയാലോ, രണ ഏത് കാര്യത്തിനകത്ത് വന്ന് ഇടപെട്ടാലും അവിടെ വലിയൊരു കുരുതിക്കളമായി മാറും. കാരണം ചീവീടിനെ പോലെ ചെലച്ചുകൊണ്ട് ഗോഷ്ടികൾ കാണിച്ച് ഭയങ്കര പ്രശ്നം. പക്ഷേ ഒരു രസമുണ്ടായി. ഈ പ്രശ്നം 2-3 ആൾക്കാരിൽ മാത്രം ഒതുങ്ങി നിന്നു എന്നുള്ളതാണ്. കാരണം ബിന്നി ഗ്രൂപ്പിന്റെ ആളാണ്, രണ ഫാത്തിമ ഗ്രൂപ്പിന്റെ ആളാണ്, ജിസൈൽ ഗ്രൂപ്പിന്റെ ആളാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിന്റെ ആൾക്കാർ അതിനകത്ത് കയറി ബഹളം ഉണ്ടാക്കിയപ്പോൾ
വല്യേട്ടന്മാരെല്ലാവരും ഇത് കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിച്ച് കേട്ടിട്ടും കേട്ടില്ല എന്ന് നടിച്ച് ഈ വിഷയത്തെ വിട്ടുകളയാൻ തയ്യാറായി. ഇവർ 4 പേര് മാത്രമാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. എന്നാൽ ഇതേ അവസ്ഥ തന്നെയാണ് അനുമോൾ അടുക്കളയിൽ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഈ സമയത്ത് അനുമോൾ ഇത് പറ്റില്ല, ഇത്തരത്തിലുള്ള പരിപാടികൾ ഇവിടെ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഭക്ഷണം ഉണ്ടാക്കണം, ആ ഭക്ഷണം സ്നേഹത്തോടെ വിളമ്പണം, പോടാ വാടാ എന്നുള്ള പറച്ചിൽ പാടില്ല, ഭക്ഷണം എടുത്ത് പൂഴ്ത്തിവെക്കാൻ പാടില്ല, എന്തെല്ലാം പുകിലുകളായിരുന്നു. ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും അനുമോളെ ആക്രമിച്ച് ഒരു പദം വരുത്തി. പക്ഷെ ഇപ്പോൾ സെയിം പ്രോബ്ലം തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ സംസാരിക്കുവാൻ അവിടെ ആരുമില്ല. പ്രവീൺ ഇവിടെ പറയുന്ന വിഷയത്തിനകത്തൊരു ന്യായമുണ്ട്. അയാൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല, വൈകിട്ട് അയാൾക്ക് ചപ്പാത്തി വേണ്ടെന്നും പറഞ്ഞു, അയാൾക്ക് ഇഷ്ടം പൂരിയാണ്. അപ്പോൾ രണ പറയുന്ന കാര്യം, ബിന്നി പറയുന്ന കാര്യം, അങ്ങനെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അവരവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതിനകത്ത് പ്രശ്നമുണ്ടാക്കും. പുതിയ പുതിയ ആവശ്യങ്ങളുമായിട്ട് പല ആൾക്കാരും വരും. ഇവർക്ക് എല്ലാവർക്കും നമ്മൾ ഇതുപോലെ ഫുഡ് ഉണ്ടാക്കി സെർവ് ചെയ്യേണ്ടി വരും. ആ പരിപാടി ഇവിടെ നടക്കില്ല. ഇത് പറഞ്ഞ അവസാനം കിച്ചൺ ടീം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പോരാട്ടം. ഇതിനിടയിൽ ഒരു തരത്തിലും സമ്മതിക്കാതെ ബഹളമുണ്ടാക്കി പാതിരാത്രി വരെയോളം രണ ഫാത്തിമ അതിനകത്ത് തകർപ്പൻ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിനിടയ്ക്ക് അടുത്തൊരു പോരാട്ടം ആരംഭിക്കുകയാണ്. അത് അനീഷും ആര്യനും തമ്മിലാണ്. പ്രശ്നം, ആര്യൻ ഭക്ഷണം കഴിച്ച പാത്രം ആരും കാണാതെ കൊണ്ടുവന്ന് സിങ്കിനകത്ത് ഇട്ടിട്ട് കയ്യും കഴുകി അവിടുന്ന് രക്ഷപ്പെട്ടു. പക്ഷെ അനീഷ് കൃത്യമായിട്ട് ഇത് പൊക്കി. എത്രയോ പ്രാവശ്യം വാൺ ചെയ്തിരിക്കുന്നു അവരവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ആ പ്ലേറ്റ് അവരവർ തന്നെ കഴുകി വെക്കണമെന്നുള്ളത്. പക്ഷേ ഇത് മനഃപൂർവ്വമാകാൻ സാധ്യതയില്ല. ശീലം ഇങ്ങനെയാണ്. ഒരിക്കലും തിന്ന പാത്രം കഴുകി ശീലിച്ചിട്ടില്ലാത്ത ആൾക്കാരെ നമ്മൾ പറഞ്ഞാൽ പറയുന്ന സമയത്ത് ഒരുപക്ഷെ അവരത് കഴുകി വെച്ചെന്നിരിക്കും. ഓർക്കില്ല, തിന്നുക, അവിടെ ഇട്ടിട്ട് എഴുന്നേറ്റ് പോവുക. അങ്ങനെയുള്ള ആൾക്കാർ അടുക്കള വരെ കൊണ്ടെങ്കിലും വെച്ചല്ലോ, അതൊരു വലിയ കാര്യമായി കരുതണം. പക്ഷേ അനീഷാണ് വെസൽ ടീമിന്റെ ക്യാപ്റ്റൻ. അനീഷ് കൈയോടെ പൊക്കി, കള്ളത്തരം കാണിക്കുന്ന കള്ളൻ, നീ ഇതുകൊണ്ടൊന്ന് സിങ്കിനകത്തിട്ടിട്ട് പോയി, നിന്നെ ഞാൻ വെച്ചു വാഴിക്കില്ല, നീ മഹാ ഫ്രോഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യനെ ബ്ലെയിം ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. ആര്യൻ പറയുന്ന, ആര്? ഞാനോ? ഞാൻ കഴുകിയാണ് വെച്ചത്, എൻ്റെ പ്ലേറ്റ് ഞാൻ കഴുകി വെച്ചു. അനീഷ് പറയുന്നു, കള്ളത്തരം പറയരുത്, നീ മഹാ ചെറ്റത്തരമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, നീയാണ് അതവിടെ കൊണ്ടിട്ടത്, ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവസാനം അനീഷിന്റെ മുമ്പിൽ ആര്യന് കീഴടങ്ങേണ്ടി വന്നു. ആര്യൻ മെല്ലെ പോയി ജാള്യതയോടുകൂടി ഈ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് അവിടുന്ന് പതുക്കെ സ്കൂട്ടാകുന്ന കാഴ്ച കാണുന്നുണ്ട്. സത്യത്തിൽ ആര്യൻ കഴുകി വെച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് കഴുകട കള്ളത്തരം കാണിക്കുന്ന കള്ളൻ, കഴുകട എന്ന് പറഞ്ഞ് അനീഷ് ഫോഴ്സ്ഫുള്ളി അയാളെ കൊണ്ട് കഴുകിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ആര്യനെ പോലെയുള്ള ആൾക്കാർ അനീഷിന്റെ മുൻപിൽ അങ്ങനെ നിന്നു കൊടുക്കാൻ പാടില്ല. അവിടെ നിൽക്കാൻ പറ്റില്ല. അനീഷ് അടിച്ച് അരിപ്പയാക്കി കളയും. അനീഷിന്റെ നാക്കിന്റെ ചൂടറിയാത്തവരായിട്ട് അവിടെ ആരുമില്ല. ഒടുവിൽ ആര്യൻ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ്. അടുത്ത കാഴ്ച രണ ഫാത്തിമയും ബിന്നിയും കൂടി ഇരുന്നു കൊണ്ട് പരിഭവം പറയുന്നതാണ്. എന്താണ് ബിന്നി പറയുന്നത്? നമ്മൾ ഭക്ഷണമല്ലേ, കഴിച്ചോട്ടെ പോട്ടെ എന്ന് കരുതി ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ സമയത്ത് നമ്മളെ കടത്തി വെട്ടിക്കൊണ്ട് അതിനകത്ത് കയറി കുത്തിത്തിരിപ്പും വേറെ പരിപാടികളും നടത്തുന്നു. എന്നിട്ടോ അത് തെറ്റാണെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ മെക്കിട്ട് കയറാൻ വേണ്ടി വരുന്നു. നമ്മൾ കൊടുത്ത ഭക്ഷണം കഴിച്ചത് തിന്ന് എല്ലിനിടയിൽ കയറി കുത്തി, അതിന്റെ തോന്നിയാസാണ് ഈ കാണിക്കുന്നത്. ഇത് തന്നെയാണ് ഞാൻ മുൻപേയും പറഞ്ഞത്. അനുമോള് ഇതേ സാഹചര്യത്തിൽ കൂടി കടന്നുപോയപ്പോൾ ഈ ആൾക്കാർ മുഴുവനും അനുമോളെ വളഞ്ഞിട്ട് ആക്രമിച്ചവരാണ്. ഇപ്പോൾ സെയിം അവസ്ഥയിൽ കൂടി അവർ പോയി. അപ്പോഴാണ് അതിന്റെ ദണ്ണം അവർക്ക് മനസ്സിലായത്, ഇതിന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഇവരും തിന്നാൻ ഉണ്ടാക്കി കൊടുത്തതിന്റെ കണക്കല്ലേ പറയുന്നത്. അവർ പറയുന്നതിനകത്ത് ന്യായമുണ്ട്. പക്ഷേ ഈ ന്യായം തന്നെയായിരുന്നു അനുമോൾ സംസാരിച്ചത്. അപ്പോൾ ആ ന്യായം കേൾക്കാൻ ആരുമില്ലായിരുന്നു. എന്തെല്ലാം അനാവശ്യങ്ങളായിരുന്നു അവരെ പറഞ്ഞത്. ഭൂമിയിൽ ഇത്രയും വൃത്തികെട്ട ഒരു സ്ത്രീ ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു അവരെ വരുത്തി തീർത്തത്. പക്ഷെ ഇപ്പോൾ അവർ പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമായിരുന്നു എന്നുള്ളത് ബിന്നിയും രണ ഫാത്തിമയും കൂടി തെളിയിക്കുകയാണ്. ഇതാണ് കാലം കാത്തുവെച്ച കാവ്യനീതി എന്നൊക്കെ പറയുന്നത്. ഇന്നത്തെ എപ്പിസോഡിന്റെ ആരംഭത്തിൽ ഷാനവാസിന്റെ സംസാരത്തോടു കൂടിയാണ് എല്ലാം തുടങ്ങി വെക്കുന്നത്. അവസാനവും ഷാനവാസ് തന്നെയാണ് സംസാരിക്കുന്നത്. ഷാനവാസിന്റെ അരികിലേക്ക് ആദിലയും നൂറയും കൂടി വരികയാണ്. നൂറ വന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഇന്നത്തെ പ്രശ്നത്തിനിടയിൽ എൻ്റെ കൈ മുറിഞ്ഞിട്ട് നിങ്ങൾ ഒരു വാക്ക് എന്നോട് ചോദിച്ചോ? നിനക്ക് എന്തു പറ്റിയെന്നോ നിനക്കിപ്പോൾ എങ്ങനെയുണ്ടെന്നോ ഒന്ന് ചോദിക്കാൻ നിങ്ങൾ കൂട്ടാക്കിയില്ലല്ലോ അക്ക. നിങ്ങൾ ഇങ്ങനെയുള്ള മനുഷ്യനായിരുന്നു അല്ലേ? ഇത് പറഞ്ഞിട്ട് വല്ലാത്ത സങ്കടത്തോടുകൂടി നൂറ മടങ്ങിപ്പോകുന്ന കാഴ്ച കാണുന്നുണ്ട്. അത് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത്, ഇതുപോലൊരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് അനുമോളോട് കഴിഞ്ഞ ദിവസം ഇത് ഞാൻ സംസാരിച്ചതേ ഉള്ളൂ. എന്തായിരുന്നു സംസാരിച്ചത്? അനുമോൾക്ക് വേണ്ടി അക്ബറുമായിട്ട് അടിയുണ്ടാക്കി കൺഫെഷൻ റൂമിൽ വരെയോളം എത്തി. എന്നിട്ട് ഇത്രയും പ്രശ്നം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നിട്ട് അനുമോൾ ഷാനവാസിനോട് ഈ കാര്യത്തെക്കുറിച്ചൊന്ന് സംസാരിക്കുവാനോ ഒരാശ്വാസ വാക്കു പറയുവാനോ തയ്യാറായില്ല.
നീ ഇങ്ങനെയുള്ളൊരു സ്ത്രീ ആയിരുന്നു എന്ന് ഞാൻ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല. നിന്നെ ഞാൻ എത്രമാത്രം സപ്പോർട്ട് ചെയ്തു. ഇതൊക്കെ ഷാനവാസ് പറയുന്നതാണ് കണ്ടത്. ആ ഓർമ്മയാണ് ഇത് കണ്ടപ്പോൾ മനസ്സിൽ വന്നത്. അതായത് അതേ നാണയത്തിൽ തന്നെ ഇപ്പോൾ നൂറ തിരിച്ചടിക്കുകയാണ്. എൻ്റെ കൈയൊന്ന് മുറിഞ്ഞിട്ട് നിങ്ങളൊന്ന് മൈൻഡ് ചെയ്യാൻ തയ്യാറായില്ലല്ലോ, എങ്ങനെയുണ്ട്, എന്തു പറ്റി എന്ന് ചോദിക്കാൻ പോലും തയ്യാറായില്ലല്ലോ എന്ന് പറഞ്ഞ് അവരും പരിഭവിച്ചു പോവുകയാണ്. ചുരുക്കത്തിൽ കൊടുക്കുന്നതൊക്കെ തിരിച്ചു കറങ്ങി ഓരോരുത്തരുടെയും തലയിലേക്ക് കൃത്യം സമയങ്ങളിൽ വരുന്നുണ്ട്. എന്തായാലും അവിടുന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ഷാനവാസ് ആദിലയോട് പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടാളും കൂടി എനിക്കെതിരെ ഗെയിം കളിക്കുകയായിരുന്നില്ലേ, നിങ്ങൾ കളിക്ക്, നല്ല ഒന്നാന്തരം കളി ഞാനും അങ്ങോട്ട് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസ് തടി തപ്പുന്ന കാഴ്ചയോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും വേണം. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.